ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് മേക്കിംഗ് ആണ്. അതിനു വേണ്ടി 2 ടൈപ്പിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കമ്പി അല്ലെങ്കിൽ ഈർമ്പ വേണ്ട, പച്ചതിൽ ഞാൻ ചുറ്റിയിട്ടുള്ളത് അതിലേതെങ്കിലും ഒന്നെടുക്കാം. ഈർമ്പ ആണെങ്കിലാണോ ഈ സൂചീൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ കമ്പി എടുത്തിട്ട് ഇങ്ങനെ നടുഭാഗത്തേക്ക് ഒരു സൈഡിൽ 2 ബീഡ്സ് വെച്ചിട്ടോ ഒന്നിൽ ഒരു ബീഡ്സും വെച്ചിട്ട് ഇങ്ങനെ 2 സൈഡിൽ നിന്നും ഇതുപോലെ 2 ഭാഗത്തുനിന്നും ആ ഒരു ബീഡ്സിലോട്ട് ഒന്ന് ലോക്കാക്കിയിട്ട് ഇടാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വലിക്കുക. ഒരേ പൊസിഷനിൽ എത്തണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇതിൻ്റെ നടുവിലെ പോയിൻ്റ് ഒന്ന് കണ്ടുപിടിച്ചാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒന്ന് മടക്കിയത്. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡിൽ 2 ബീഡ്സും ഒന്നിൽ ഒരു ബീഡ്സും ഇങ്ങനെ ഈ രീതിയിൽ വേണം എടുക്കാൻ. ഇതുപോലെ ആ ഒരു ഹെയർ ക്ലിപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു നീളത്തിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. ഈ വൈറ്റ് ബീഡ്സിന് പകരം വേണമെങ്കിൽ ഏത് ബീഡ്സ് ഉപയോഗിക്കാം കേട്ടോ. വൈറ്റിന് പകരം വേറെ ഏതും വെക്കാം. എന്നിട്ട് ആ ഗോൾഡൻ കളർ വരുന്നിടത്ത് സെയിം കളറും ആയാലും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ പച്ചയും ഗോൾഡും നല്ല കോമ്പിനേഷൻ ഉണ്ടാവും. ബ്ലാക്കും ഗോൾഡും അതുപോലെ കോമ്പിനേഷൻ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇതുപോലെ കുറഞ്ഞൊരു വലിപ്പത്തിലൊന്ന് എടുത്ത് വെക്കാം. എന്നിട്ടത് ആ ഒരു ഹെയർ ക്ലിപ്പില്ല അതിൻ്റെ മേലെ ഒന്ന് വെച്ച് നോക്കാം. എന്നിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിൻ്റെ ലാസ്റ്റ് ഭാഗം ഒന്ന് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചുരുട്ടിയെടുക്കണം, അതല്ലെങ്കിൽ ലൂസായി പോരും. എന്നിട്ട് കത്രിക വെച്ചിട്ട് അതൊന്ന് മുറിച്ച് മാറ്റിയെടുക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മളെ അടിഭാഗത്തേക്ക് വെക്കണം. ക്ലിപ്പിൻ്റെ ഇതുമ്മൽ ഒട്ടിക്കുമ്പോൾ ആ ഒരു ഭാഗത്തേക്കായുള്ള രീതിയിൽ വേണം ചെയ്യാൻ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് പശ തേച്ചിട്ട് ഗ്ലൂ ഗണ്ണ് ആവരുത്. ഗ്ലൂ ഗണ്ണ് ആയാൽ അതിലാകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഒലിച്ചിറങ്ങും പശകളൊക്കെ. അപ്പോൾ ഇതുപോലെ ഈ ഒരു പശ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ബീഡ്സ് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ ഓക്കെ ആയിട്ട് വന്നോളും. ഇത് കണ്ടില്ലേ, നല്ല ഒരു കോമ്പിനേഷൻ ഇല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്, ബ്ലാക്കും ഗോൾഡും ഇതുപോലെ നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടാകും. എന്നിട്ട് ഇതേപോലെ ഈ ഒരു പശ എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ മുകളിലൊന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ക്ലിപ്പ് അതിന് മുകളിലായിട്ട് ഒന്ന് വെക്കാം. എന്നിട്ട് നന്നായിട്ട് പുഷ് ചെയ്ത് വേണം വെക്കാൻ. ബീഡ്സാണ്, അതുകൊണ്ട് പെട്ടെന്നൊന്നും ഒട്ടി കിട്ടൂല. കുറച്ച് ടൈമിൽ അങ്ങനെ പിടിച്ച് നിൽക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ബീഡ്സ് വെച്ചിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ക്ലിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ.